കാണാക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇതാ ലോകപ്രസിദ്ധമായ ചോലക്കാട്. ഈ കാട്ടിൽ പുരാതനമായ പുരാവസ്തുവാണ് ഇന്ന് നമ്മൾ കാണാക്കാഴ്ചയിൽ കാണാൻ പോകുന്നത്. ഈ കാട്ടിൽ ഒരു പ്രസിദ്ധമായ ഒരു ആട്ടിൻകൂടുണ്ട്. ഇതിന്റെ നിർമ്മാതാവായ ആട്ടിൻകുട്ടിൽ സുധാകരൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഈ കൂടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. പറയൂ സുധാകര. ഈ കാട്ടിൽ ഒരു പ്രസിദ്ധമായ ഒരു ആട്ടിൻകൂടുണ്ട്. ഇതിന്റെ നിർമ്മാതാവായ ആട്ടിൻകുട്ടിൽ സുധാകരൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഈ കൂടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. പറയൂ സുധാകര. സുധാ, താങ്കൾക്ക് എന്താണ് ഈ കൂടിനെ പറ്റി അഭിപ്രായമുള്ളത്? ഈ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിപുരാതനമായ ഈ കൂട് നമ്മുടെ കൊക്കരണി എന്ന പുരിയാട്ട് 1999 പുനർനിർമ്മിച്ച് കല്ലറമ്പ് സക്കീറിൻ്റെതാണ്. അതുകൊണ്ട് ഒരുപാട് കാലം പഴക്കമുള്ള ഈ കൂടിന് ഇപ്പോഴും കേട് പറ്റാതെ കിടക്കുകയാണ്. നമുക്കറിയാം ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ പഴയ ഈട്ടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഈട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നില്ല എന്താ പറയാ, ബർമയിൽ നിന്ന് കൊടുന്ന ഈട്ടിയാണിത്. അപ്പോൾ ഒരു ഒറ്റ തടി കൊണ്ട് തന്നെ ഇത് നിർമ്മിച്ചതാണ്. പല തടികൾ ഉപയോഗിച്ചിട്ടല്ല, ഒരേ ഒറ്റ വണ്ണമുള്ള ഒരൊറ്റ തടി കൊണ്ട് ഉപയോഗിച്ച ഈ കൂടിന് അതിപ്രസക്തമായ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ആടുകൾ, അതേമാതിരി പിന്നെ ചെമ്മരി ആട്, നമ്മുടെ വളരെ അബ്ദുള്ളക്ക് തൊട്ടടുത്ത വീടാണ്. അയാളെ 2 മക്കളെ ഇതിന്റെ ഉള്ളിൽ, സൈഫൂനി മുസമ്മിലിന് ഇതിന്റെ ഉള്ളിലാക്കി. അവര് ഇതിലാണ് കളിച്ചു വളർന്നത്. അവരുടെ മുറ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ അതിവിശാലമായി. തിരിച്ചു വരാൻ താങ്കൾ എന്തുകൊണ്ടാണ് മുസ്ലിം സൈഫൂനെ അതിലിടാൻ കാരണമെന്ന് താങ്കൾ വ്യക്തമാക്കാമോ? എന്തെന്ന് വെച്ചാൽ നല്ല ജെന്റിൽമാൻ ആണ്. കാരണം എന്ത് കാര്യത്തിലും ഒരു പക്ക ഡീസന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അവന് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബിയാണ്. അപ്പോൾ ഈ ഹോബിക്ക് വേണ്ട എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ട്. ജനങ്ങൾ കാണാതെ ഇരിക്കുന്ന ഒരു മറവുള്ള ഒരു വീടാണിത്. കാരണം പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പല ഇന്നത്തെ സാമൂഹ്യ വിരുദ്ധ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നടക്കുമ്പോൾ ഒരു കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ട് ഇതാക്കാനുള്ളതാണ്. ഇവിടെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് അവരെ ഇതിൻ്റെ ഉള്ളിലാക്കുന്നത്. അവർക്ക് കിടക്കാൻ തന്നെ നല്ല ബെഡ്റൂമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. 3.5 മീറ്റർ വിസ്തീർണം ഉള്ള ഈ കൂടിന്